വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 31 മുതൽ 37 വചനങ്ങളിലൂടെ ഈശോ പഠിപ്പിക്കുകയാണ്, മനുഷ്യൻ്റെ എല്ലാ പാവങ്ങളും മനുഷ്യപുത്രനായ ഒരു വാക്ക് പറഞ്ഞാൽ അതും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ സംസാരിച്ചാൽ അത് ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. ഇവിടെ വചനത്തെ ഈശോ ദൈവാത്മാവിനെ പിശാചുമാവിനെ സുഖപ്പെടുത്തുന്ന വചനത്തെ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഫരിസേയർ പറയുകയാണ് അത് പിശാചിൻ്റെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് എന്നാണ്. അപ്പോൾ അവർ പരിശുദ്ധാത്മാവിന് എതിരായിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ വചനം മനസ്സിലാക്കിയിരിക്കുകയാണ്, ദൈവാത്മാവിനോട് ഈശോയുടെ ശുശ്രൂഷകരൊക്കെ ചെയ്യുന്ന ദൈവിക അത്ഭുതങ്ങളെയും പ്രവൃത്തികളെയും അനുഗ്രഹങ്ങളൊക്കെ നാം നിരസിക്കരുത്, ആത്മീയമായി വ്യാഖ്യാനിക്കരുത്, പരിശുദ്ധാത്മാവിനെതിരെ സംസാരിക്കരുത്, അത് ക്ഷമിക്കപ്പെടുകയില്ല എന്ന് വചനം മനസ്സിലാക്കി തരുന്നു. അതുപോലെ വചനം മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെയും പരിശുദ്ധാത്മാവിനെ നാം പൂർണ്ണമായി സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ്. പരിശുദ്ധാത്മാവ് ഈശോ പിതാവിൽ നിന്ന് അയക്കുന്ന സഹായകനായ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവാണ്. ജലത്താലും ആത്മാവിലും ജനിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്നും ഈശോ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെയുള്ള തിരിച്ചറിവ് നൽകുന്നത്. അപ്പോൾ തന്നെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഭാഷാപരത്തിൻ്റെയും വ്യാഖ്യാനിക്കാനുള്ള കഴിവിൻ്റെയും വിശ്വാസത്തിൻ്റെയും രോഗശാന്തിയുടെയും പ്രവചനപരത്തിൻ്റെയും അതുപോലെ തന്നെ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, നന്മ, ദയ, വിശ്വസ്ത, സൗമ്യത, ആത്മസംയമനം തുടങ്ങി സർവ്വ ദൈവിക കഴിവുകളും ദൈവം നമ്മിൽ വർഷിക്കുന്നത് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവദാതാവും സത്യാത്മാവുമായ നമ്മുടെ സഹായകനായ പരിശുദ്ധാത്മാവിലൂടെയാണ്. ഇത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-27 വചനങ്ങൾ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വചനം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യം, 1 കൊറിന്തോസ് 12-ാം അധ്യായം 9 വചനങ്ങൾ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വചനങ്ങൾ വിശദീകരിക്കുന്നു. ആ സഹായകനായ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി സ്നേഹിക്കുകയും നിത്യജീവന് വേണ്ടി പരിശുദ്ധാത്മാ അഭിഷേകം സ്വീകരിക്കുകയും ചെയ്യുകയും അതിനുള്ള കൃപയ്ക്കായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പരിശീലിക്കുകയും ചെയ്യണമെന്ന് ഇവിടെ വചനം മനസ്സിലാക്കി തരുന്നു. വചനം 33 വരെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും നമ്മെ മനസ്സിലാക്കാൻ സാധിക്കും. നല്ല ഭക്ഷണം നല്ല ഫലവും ചീത്ത ഭക്ഷണം ചീത്ത ഫലവും പുറപ്പെടുവിക്കുന്നു. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അതരം സംസാരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ നാം നല്ലത് പ്രവർത്തിക്കും, നന്മ പ്രവർത്തിക്കും, നല്ലത് സംസാരിക്കും. അതിനാൽ നല്ല ഹൃദയത്തിനായി പ്രാർത്ഥിക്കണം. അങ്ങനെ നല്ല പ്രവർത്തികളും നല്ല സംസാരിക്കുന്നവരെ നാം മാറണമെന്ന് വചനം പഠിപ്പിക്കുന്നു. കാരണം വിധി ദിവസത്തിൽ നാം പറയുന്ന ഓരോ വ്യക്തിവാക്കിനും ദിവസത്തിന് കണക്ക് കൊടുക്കേണ്ടി വരുമെന്നും നമ്മുടെ വാക്കാൽ നാം നീതീകരിക്കപ്പെടുകയും കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഈശോ വചനങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ വചനത്തെ വാക്കിനെ വിശദീകരിക്കേണ്ട ആവശ്യകതയെപ്പറ്റി സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം 13-ാം വചനം പഠിപ്പിക്കുന്നു. അത് ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ്സ് അപേക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷയിൽ നിന്ന് അതരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളൂ എന്ന് ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്. നല്ല ഹൃദയം, വാക്ക്, നല്ല പ്രവൃത്തികൾ എന്നിവയ്ക്കായി നാം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ പരിശുദ്ധാത്മാവിനെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുകയും പരിശുദ്ധാത്മാവിനോട് ഈശോയെ ദൈവശുശ്രൂഷയും ചെയ്യുന്ന ദൈവിക പ്രവൃത്തികളെ തിന്മയായി സംസാരിച്ച് പാപം ചെയ്യുന്നവരായി മാറാതിരിക്കാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അതിനായിട്ട് പരിശ്രമിക്കാം. സുശേഷപ്പെടാൻ ഇഷ്ടപ്പെടുകയും കുട്ടികൾക്കും മറ്റുള്ളവർക്കും വചനം പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുമല്ലോ. ദൈവം എല്ലാവരും സമത്വമായി ഗ്രഹിക്കട്ടെ. ആമേൻ.